ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് എക്സാമിനേഷന് അറിഞ്ഞിരിക്കേണ്ട തിയറി പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലെ കുറച്ച് തിയറി പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൺസേണിങ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തത് ദ അബ്സല്യൂട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് the work done per unit positive charge required to move the test charge from infinity to that point. അതായത് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും, അതായത് ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ, ഒരു ടെസ്റ്റ് ചാർജിനെ ഞാനൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സല്യൂട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ SI യൂണിറ്റ് ആണ് വോൾട്ട്. അതിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ജൂൾ പെർ കൂളം എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഡയമെൻഷൻ ഫോർമുല mL² T⁻³ A⁻⁻1 ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ A ആൻഡ് B എന്ന് പറയുന്ന രണ്ട് പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് VB മൈനസ് VA എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു WAB/Q0 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, WAB എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, WAB എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാം, WAB എന്ന് പറയുന്നത് 0 ആകാം. അതായത് വർക്ക് ഡണ്ണ് പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അതായത് പോസിറ്റീവ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ആയിരിക്കും. When a positive charge is placed in an electric field, it experiences a force which drives it from points of higher potential to points of lower potential. അതായത് ഒരു പോസിറ്റീവ് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, അതായത് Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്, അതായത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് അത് തനിയെ തള്ളപ്പെടും എന്നാണ് പറയുന്നത്. അതേപോലെ ഓൺ ദ അതർ ഹാൻഡ് എ നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഡ്രൈവിംഗ് ഇറ്റ് ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ. ലോവറിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് എന്തുണ്ടാകും, ഒരു നെഗറ്റീവ് ചാർജിന്, അതായത് നെഗറ്റീവ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ലോവറും ഇത് പോസിറ്റീവ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, അത് ലോവറിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് സഞ്ചരിക്കും. ഇനി ദ വർക്ക് ഡൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, ദ വർക്ക് ഡൺ ഇൻ മൂവിങ് a charge between 2 points in an electric field is independent of the path followed between these 2 points. അതായത് രണ്ട് പോയിന്റുകളിൽ നിന്നും, അതായത് A എന്ന് പറയുന്ന ഒരു പോയിന്റ്, B എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും എനിക്ക് ഇങ്ങനെ ഒരു ചാർജിനെ കൊണ്ടുവരാം, ഇങ്ങനെ ഒരു ചാർജിനെ കൊണ്ടുവരാം, ഇങ്ങനെ ഒരു ചാർജിനെ കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും അതിനാവശ്യമായ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് ആയിരിക്കും. ഏത് പാത്തിലൂടെ കൊണ്ടുവന്ന് പറഞ്ഞാലും വർക്ക് ഡൺ വിൽ ബി സെയിം ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അടുത്തത്, ഇഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ a potential difference of V volt, then its kinetic energy acquired by the particle is given by EV is equal to half mv². എന്ന് പറഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഞാൻ ഒരു V പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലറേറ്റ് ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെന്തുണ്ടാകും, ഒരു കൈനറ്റിക് എനർജി ഉണ്ടാകും. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V എന്ന് പറയാം. ഇനി അതൊരു ഇലക്ട്രോണോ പ്രോട്ടോണോ ആണെങ്കിൽ ആ Qന് പകരം E എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു EV എന്ന് പറയാം. ഇഫ് എ പ്രോട്ടോൺ ഓർ ആൻ ഇലക്ട്രോൺ is accelerated from rest through the same potential difference, then they gain an equal amount of kinetic energy which is equal to 1 electron volt. കണ്ട, അപ്പോൾ QV മാറി അവിടെ എന്ത് വരും, EV വരും. ഓക്കെ, ഇനി the ratio of the kinetic energies acquired by 2 charged particles accelerated from rest
through the same potential difference are in the ratio of their charges. That is kinetic energy 1 by kinetic energy 2 is equal to Q1 by Q2 ആയിരിക്കും. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ് എങ്കിൽ രണ്ട് വ്യത്യസ്ത ചാർജുകളുടെ കൈനറ്റിക് എനർജീസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സിംപ്ലി Q1 by Q2 ആയിരിക്കും. അടുത്തത് the ratio of velocities acquired by two charged particles accelerated from rest through the same potential difference. ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ മൂവ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രിക് ചാർജുകളുടെ വെലോസിറ്റീസിന്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ അത് √Q1/m1 ഡിവൈഡഡ് ബൈ Q2/m2 ആയിരിക്കും. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ സം സ്പെഷ്യൽ കേസ് ആണ് പറയുന്നത്. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു Q എന്ന് പറയുന്ന ചാർജ് മൂലം r ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് V ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒന്നിലധികം ചാർജുകൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്നതെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാർജുകൾ ഇൻഡിവിജ്വൽ ചാർജുകൾ മൂലമുള്ള പൊട്ടൻഷ്യലുകളുടെ സം ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇവിടുത്തെ സം എന്ന് പറയുന്നത് അൾജിബ്രായിക് സം ആണ്, നോട്ട് ദ വെക്റ്റർ സം. ഓക്കെ, ഇനി രണ്ട് അൺലൈക്ക് ചാർജുകൾ Q1ഉം Q2ഉം സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d ആണ് എന്നുണ്ടെങ്കിൽ the distance x between the charge Q1 and zero potential, അതായത് Q1 എന്ന് പറയുന്ന Q1 Q2 ഇതൊരു പ്ലസ് ചാർജ് ഇതൊരു മൈനസ് ചാർജ് ആണെങ്കിൽ ഇതിനിടയ്ക്ക് എന്തുണ്ടാവും, ഒരു സീറോ പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആ സീറോ പൊട്ടൻഷ്യലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഫ്രം ബിറ്റ്വീൻ ദ ചാർജ് Q1 ആൻഡ് സീറോ പൊട്ടൻഷ്യൽ, Q1ൽ നിന്നും ആ സീറോ പൊട്ടൻഷ്യലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് x is equal to d/Q2/Q1 ± 1 ആയിരിക്കും. അത് വലത്തോട്ടോ ഇടത്തോട്ടോ ആകാമെന്നാണ്. ഓക്കെ, ഇനി ഇത് ഒരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. n ഡ്രോപ്സ് ഈച്ച് ഓഫ് റേഡിയസ് r ആൻഡ് ചാർജ് Q in coalesces to form എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, അവ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഡ്രോപ്പ് ആയി മാറുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ the potential at the surface of the drop so formed is given by V1 is equal to n raised to 2/3 into V ആയിരിക്കും. ഈ ഇക്വേഷൻ മാറിപ്പോകരുത്. ഇനി ദ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ ഡൈപോൾ കാണാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 P cos θ/r². ഇതേ സമയം നമുക്കിതിൻ്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ ആക്സിയൽ ലൈനിലെ തീറ്റയുടെ വാല്യൂ എന്താണ്, 0 ഡിഗ്രി ആണ്. അപ്പോൾ കോസ് 0യുടെ വാല്യൂ 1 വരും. ഇറ്റ് ബിക്കംസ് 1/4πε0 P/r². ഇക്വറ്റോറിയൽ ലൈനിലാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോൾ 0 വരും. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ്ഡ് ഹോളോ സ്പെറിക്കൽ കണ്ടക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ഫ്രം ദ സെന്റർ ടു ദ സർഫസ്. കണ്ടോ, ഒരു ഹോളോ ചാർജ്ഡ് ആയിട്ടുള്ള സ്പെറിക്കൽ കണ്ടക്ടറിനെ സംബന്ധിച്ച് അതിൻ്റെ നടുക്കും സർഫസിലും ഒരേ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. അൺലൈക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് എന്താണ്, അത് ഇൻസൈഡിൽ 0 ആയിരിക്കും, പക്ഷേ സർഫസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി if the charge distribution is continuous rather than being a collection of point charges ആണെങ്കിൽ V is equal to integral dV ആയിരിക്കും, which is equal to 1/4πε0 integral dQ/r ആണ്. നമുക്കിനി പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ്. നമുക്കറിയാം വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് എന്താണ്, WAB/Q0 ആണ് അല്ലേ. ഇനി W വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു Q0 × E. അപ്പോൾ ഇറ്റ് ബിക്കംസ് Q0 × E × D എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വി ബി മൈനസ് വി എ ഈസ് ഈക്വൽ ടു F × D/Q0 എന്ന് എഴുതാം, വിച്ച് ഈസ് Q0 × E × D/Q0 എന്ന് എഴുതാം. Q0 വിട്ടിപ്പോയാൽ V, അതായത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇ ഡി എന്ന് ഓർത്ത് വെക്കുക. കണ്ടോ, ഡെൽറ്റ വിയുടെ വാല്യൂ എന്താണ്, ഇ ഡി ആണ് എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് അതായത് ഈ വി ഈസി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഈസിക്വൽ എന്ത് പറയാം, വി ബി മൈനസ് വി എ ബൈ ഡി. ദാറ്റ് ഈസ് വോൾട്ട് പെർ മീറ്റർ ഈസ് ഓൾസോ ദ യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, F/Q0 എന്നാണ് അല്ലേ. അപ്പം ന്യൂട്ടൺ പെർ കൂളം എന്നാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് പഠിച്ചിരിക്കുന്നത്. അതുകൂടാതെ വോൾട്ട് പെർ മീറ്റർ എന്നൊരു യൂണിറ്റും എന്തിനുണ്ട്, ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ട്. ഇനി ഇഫ് എ ആൻഡ് ബി ആർ 2 points ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻഫിനിറ്റ്സിമൽ ഡിസ്റ്റൻസ് dx, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിലെ 2 പോയിന്റുകളാണ് എയും
ബിയും അവയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dx ആണ് എന്ന് വിചാരിക്കുക. സോ ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് dv. അപ്പോൾ അതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? dvയുമാണെന്ന് കരുതുക. അങ്ങനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നാണ് പറയുന്നത്. അതായത് E ഈക്വൽ നമുക്ക് എന്ത് പറയാം? മൈനസ് ഓഫ് dv/dx എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് E പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിംഗ് V. അതായത് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അഥവാ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ദർ ഈസ് ഓൾവേസ് എ മ്യൂച്വൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം. എന്താണ്? അതായത് ചാർജുകൾ തമ്മിൽ ഒരു മ്യൂച്വൽ പൊട്ടൻഷ്യൽ എനർജി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ഫിക്സഡ് പോയിന്റ് ചാർജസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് ടു അസംബിൾ ദ സിസ്റ്റം. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യുന്ന വർക്കാണ് ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ബ്രിങ്ങിങ് ഈച്ച് ചാർജ് ഇൻ ഫ്രം ആൻ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. വളരെ ദൂരെ നിന്നും ആ ചാർജുകളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യുന്ന വർക്കാണ് എന്തെന്ന് പറയുന്നത്? ആ സിസ്റ്റത്തിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എങ്കിൽ ആ രണ്ട് ചാർജുകൾ Q1ഉം Q2ഉം പ്ലേസ് ചെയ്തിരിക്കുന്നു. അവയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് r ആണ് എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 Q1 Q2/r. ഇനി 3 ചാർജുകളാണുള്ളതെങ്കിൽ അവയ്ക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാനായിട്ട് എന്താണ്? അവയെ നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വെർട്ടിസസിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന പോലാണ് എന്നുണ്ടെങ്കിൽ അവയുടെ പൊട്ടൻഷ്യൽ എനർജി, ആ സിസ്റ്റത്തിന് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0. ആദ്യം 1/2 Q1 Q2/r, അത് കഴിഞ്ഞ് 1/3 Q1 Q3/r, അത് കഴിഞ്ഞ് 2/3 Q2 Q3/r. ഇതിന്റെ സമ്മേഷൻ ആയിരിക്കും. ഇനി potential energy of an electric dipole in an electric field with its axis making an angle theta with respect to direction of electric field ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഒരു ഡൈപോൾ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക എങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് U is equal to -PE cos theta. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -P.E എന്നും എഴുതാം. The potential energy may be positive or negative depending on whether the work is done against the electric force or by the electric force during the transport respectively. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എങ്ങനെ? ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതോ ഇലക്ട്രിക് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കിതിനെ എന്ത് ചെയ്യാം? പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. നമ്മൾ EPS എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് which are at the same potential is known as equipotential surface. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പൊട്ടൻഷ്യൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ചാർജുകൾ, ഒരു കൂട്ടം പോയിന്റുകൾ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ ഒരു വർക്കും ആവശ്യമില്ല. there is no work is required to move a charge from one point to another on equipotential surface. ഇനി near an isolated point charge the equipotential surface is a sphere. അതായത് ഞാനൊരു പോയിന്റ് ചാർജ് Qനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താന്ന് വെച്ചാൽ അതിന് ചുറ്റുമായിട്ട് വരയ്ക്കുന്ന ഒരു സ്പിയർ ആണ് അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറൌണ്ട് എ ചാർജ് ക്യാപിറ്റൽ Q along a circle of radius r is equal to 0 ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ഇത്, ഓർക്കുക. ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു ചാർജിന് ചുറ്റുമായിട്ടുള്ള ഒരു സർക്കിളിൽ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? ഓക്കെ, ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും.
ഇനി the electric lines of force are always normal to the equipotential surface. Equipotential surface ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും ഇതൊരു equipotential surface ആണ്. എന്താണ് equipotential surface എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു equipotential സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ സർഫസിന് നോർമൽ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. The surface of a charged conductor is always an equipotential surface whatever may be its shape. അപ്പം ഒരു ചാർജ്ഡ് കണ്ടക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇലക്ട്രിക് കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് the ratio of the charge given to the conductor to the potential raised due to it. അതായത് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ചാർജ് ഗിവൺ ടു ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിലേക്ക് നൽകുന്ന ചാർജിന്റെ റേഷ്യോ ഓക്കെ ഡിവൈഡഡ് ബൈ അതിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ Q ബൈ V നമുക്ക് ഇങ്ങനെ പറയാം, Q ഈസ് ഈക്വൽ ടു സി വി രാമനെ ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. Q ഈസ് ഈക്വൽ ടു CV എന്നുള്ളതാണ് എന്ത് കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ. ഇനി അതിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാരഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഫാരഡ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഫാരഡ് എന്ന് പറയുന്നത് ഒരു കൂളം ചാർജ് ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് റേസ് ചെയ്താൽ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഈ ഫാരഡ് എന്ന് പറയുന്നത് വലിയ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളെയാണ് കപ്പാസിറ്റൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്നുള്ളത്. ഇതിന്റെ കൺവേർഷൻ ഫോർമുല അറിഞ്ഞിരിക്കണം. മില്ലി ഫാരഡ് എന്ന് പറയുന്നത് 10⁻³ ഫാരഡും മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻⁻6 ഫാരഡും പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻12 ഫാരഡുമാണ്. എങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് ചോദിച്ചാൽ C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V എന്നല്ലേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? Q എന്ന് പറയുന്നത് I × T ആണ്, ഡിവൈഡഡ് ബൈ വോൾട്ടേജ് നമുക്ക് എങ്ങനെ അറിയാം? Q വർക്ക് ഇൻറ്റു Q V ഈസ് ഈക്വൽ ടു W ബൈ Q എന്നാണ് അല്ലേ. അപ്പോൾ W ബൈ Q എന്ന് വരും. ഓക്കെ, ഈ Q വീണ്ടും മുകളിൽ കയറി പോകുമ്പോൾ എങ്ങനെ എഴുതാം? IT² ബൈ വർക്ക് എന്ന് വരും. അപ്പോൾ ആംബിയർ കണ്ട, അതാണ് ആംബിയർ IT ദ ഹോൾ സ്ക്വയർ കണ്ട. ഈ Q മുകളിൽ പോകുമ്പോൾ വീണ്ടും IT വരും. അപ്പോൾ IT ദ ഹോൾ സ്ക്വയർ, അതുകൊണ്ടാണ് ആംബിയർ സ്ക്വയർ T⁻² ഇത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വർക്കിൻ്റെ ഡയമെൻഷനാണ്. ആ വർക്കിൻ്റെ ഡയമെൻഷൻ നമ്മൾ +1 പഠിച്ചതാണ്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ M⁻⁻1 L⁻²T⁻⁻4 A² എന്ന് നമുക്ക് ഡയമെൻഷൻ കിട്ടും. ഇനി ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അത് കാണാനുള്ള ഇക്വേഷനാണ് 4πε0 × R അല്ലെങ്കിൽ R/9 × 10⁻⁹. കാരണം എന്താണ്? കാരണം 1/4πε0 എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ്. അങ്ങനെയാണെങ്കിൽ 4πε0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/9 × 10⁻⁹ ആണ്. ഓക്കെ, ആ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊരു ഫ്രീ സ്പേസ് വെച്ചിരിക്കുന്ന സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കേസാണ് കേട്ടോ. ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കപ്പാസിറ്റൻസ് ഇൻ ദ മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ അത് 4πε × R എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4πε0 R × R എന്ന് ആൻസർ കിട്ടും. ഇനി ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് ഓഫ് എർത്ത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഈ വാല്യൂ ഒന്ന് കാണാൻ പഠിച്ചേക്കണം. അത് 7 × 10⁻⁴ ഫാരഡ് ആയിരിക്കും. ഓക്കെ, ഇനി if two spherical conductors, one of solid sphere and other of hollow sphere, അതായത് 2 സ്പെറിക്കൽ കണ്ടക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ ഒരെണ്ണം ഹോളോ ആണ്, ഒരെണ്ണം സോളിഡ് ആണ് എന്ന് വിചാരിക്കുക. അവയെ നമ്മൾ ഒരേ പൊട്ടൻഷ്യലിൽ ചാർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരേ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നു. എങ്കിൽ ദ ചാർജസ് ഓൺ ദം ആർ ഇൻ ദ റേഷ്യോ 1:1 ആയിരിക്കും. ഈ റേഷ്യോ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഓർത്ത് വെക്കുക. ഒരേ പൊട്ടൻഷ്യലിൽ ഹോളോ സ്പെറിക്കൽ കണ്ടക്ടറിനെയും സോളിഡ് സ്പെറിക്കൽ കണ്ടക്ടറിനെയും ചാർജ് ചെയ്യിച്ചാൽ ചാർജസ് ഓൺ ദം ആർ ഇൻ ദ റേഷ്യോ 1:1. ബിക്കോസ് എന്താണ്? സിൻസ് ദെയർ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് ആർ സെയിം. അപ്പോൾ ഹോളോ ആണെങ്കിലും സോളിഡ് ആണെങ്കിലും കപ്പാസിറ്റൻസ് വാല്യൂ എന്ത് തന്നെയാണ്? 4πε0 × R തന്നെ ആണ്. ഇനി
കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് ഇനി പറയുന്നത്. എ കപ്പാസിറ്റർ ഓർ കണ്ടൻസർ, കപ്പാസിറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കണ്ടൻസർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ ഓർ ഡൈഇലക്ട്രിക്. അതായത് 2 കണ്ടക്ടേഴ്സ്, ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ദ കണ്ടക്ടർ ക്യാരി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഈ കണ്ടക്ടേഴ്സിന് +Q ആൻഡ് -Q ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ് ഇലക്ട്രിക് ചാർജ്. ഇതെന്താണ്, ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്, അങ്ങനെയും പറയാം. ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കാം. 2 പാരലൽ ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റ്സ് ചാർജ്ഡ് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി. ഇതിനിടയ്ക്ക് എയറോ അല്ലെങ്കിൽ മൈക്കയോ പേപ്പറോ ഏതാണെന്ന് വെച്ചാൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം വെക്കുന്നു. ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് C = A ε0/d, വേർ A എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആണ്. D എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. ε0 എന്ന് പറയുന്നത് എന്താണ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ഇനി ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടൻസർ does not depend on the material of the plates. അപ്പോൾ ശ്രദ്ധിക്കുക, കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ആ കണ്ടക്ടറിൻ്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പ്ലേറ്റുകളുടെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 2, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ആ പ്ലേറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 3, ദ ചാർജ് ഗിവൺ ടു ദ പ്ലേറ്റ്സ്, ആ പ്ലേറ്റുകൾക്ക് കൊടുത്ത ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം എന്താ, C = ജസ്റ്റ് A ε0/d എന്ന് മാത്രമാണ്. ഇനി ഇഫ് ദ ഏരിയ ഓഫ് 1 പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് ആൻഡ് ദാറ്റ് ഓഫ് ദി അതർ പ്ലേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്, എങ്കിൽ then the electrical capacitance is reduced to half എന്നാണ് പറയുന്നത്. കാരണം ഇത് ശ്രദ്ധിച്ച്, ഇതൊരു കപ്പാസിറ്റർ ആണ്, അതിൽ ഒരെണ്ണത്തിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ കൂട്ടി ഒരെണ്ണത്തിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ കുറച്ചു. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഏരിയ എത്രയേ ഉള്ളൂ, ആ ഹാഫ് മാത്രമേ ഉള്ളൂ. കണ്ട, ഈ ഇത്രയേ ഉള്ളൂ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹാഫാണല്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കപ്പാസിറ്റൻസും റെഡ്യൂസ്ഡ് ടു ഹാഫ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ചാർജ്ഡ് കപ്പാസിറ്റർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ദ കപ്പാസിറ്റർ സ്റ്റോർസ് ചാർജ് ആസ് വെൽ ആസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയുള്ള ഇക്വേഷൻ ആണ് ഒന്നെങ്കിൽ ½ CV² ഓർക്കുക, അല്ലെങ്കിൽ ½ QV ഓർക്കുക, അല്ലെങ്കിൽ Q²/2C എന്ന് ഓർക്കുക. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പ്രോബ്ലമായി വന്നിട്ട് പറയുന്നുണ്ട്. ഇനി ദ എനർജി സ്റ്റോർഡ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ ചാർജഡ് കപ്പാസിറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇനി എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ, ഈ എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഈ പാരലൽ പ്ലേറ്റിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ എനർജിയെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. എനർജി ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് സ്മോൾ u, കണ്ട ക്യാപിറ്റൽ U അല്ല സ്മോൾ u, ½ ε0E², അല്ലെങ്കിൽ σ²/2 ε0. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അത് കാണുന്ന ഇക്വേഷൻ ആണ് F = Q²/2 ε0 × A, അല്ലെങ്കിൽ F = ½ ε0E²A എന്നും പറയാം. ഓക്കെ, എങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, F/A ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു σ²/2 ε0 എന്ന് നമുക്ക് കിട്ടും. ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റൻസിൻ്റെ കപ്പാസിറ്റൻസ് ഫോമുലയാണ് നമ്മൾ പറയുന്നത്. ഒരു എയർ ഫിൽഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന് അത് A ε0/d ആണ്. എയർ ഫിൽഡ് സ്പെറിക്കൽ കപ്പാസിറ്ററിന് അത് 4πε0 AB/B - A ആണ്. അതിൽ എയും ബിയും എന്ന് പറയുന്നത് അതിൻ്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ഫോർ ആൻ എയർ ഫിൽഡ് സിലിണ്ടറിക്കൽ കപ്പാസിറ്ററിന് അത് 2πε0 L/log B/A ആയിരിക്കും. ഇനി ഫോർ 2 ലോങ് പാരലൽ വയേഴ്സിന് C എന്ന് പറയുന്നത് ε0 L/log D/A എന്നായിരിക്കും. ഓക്കെ, ഈ ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞു തന്നാൽ മതി. ഇതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K കംപ്ലീറ്റ്ലി ഫിൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഗിവൺ ബൈ, അതായത് നമ്മുടെ കപ്പാസിറ്ററിൽ ആദ്യം എയർ ആയിരുന്നു, അതിനുശേഷം ഞാൻ അതിനകത്തൊരു ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്യിക്കുന്നു. എങ്കിൽ C മീഡിയം എന്ന് പറയുന്നത്
കെ ടൈംസ് സി എയർ ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം നമുക്ക് വരുന്നുണ്ട്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കെ ടൈംസ് സി എയറിനെയാണ് നമ്മൾ എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ബൈ ഡി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നത് ഒരേ സാധനം തന്നെയാണ്, വിച്ച് ഈസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതിനെന്താണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ഒരു ചെറിയൊരു ജനറൽ ആയിട്ടുള്ള ഇതാണ്. n ഡ്രോപ്സ് ഈച്ച് ഓഫ് റേഡിയസ് ആർ ആൻഡ് ചാർജ് ക്യൂ ആർ ജോയിൻഡ് ടു ഫോം എ ബിഗ്ഗർ ഡ്രോപ്പ്. അതായത് ഒരു കുഞ്ഞു ചാർജുകൾ, അങ്ങനത്തെ n ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അവയുടെ എല്ലാത്തിൻ്റെയും ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് NQ ആയിരിക്കും. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് n⁻⁴ ഇൻറ്റു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആയിരിക്കും. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് n⁻²3 ഇൻറ്റു ഇൻഡിവിജ്വൽ വോൾട്ടേജ് ആയിരിക്കും. ഇനി കപ്പാസിറ്ററിന്റെ സീരീസ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇഫ് എ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ്, അതായത് ഒരു കപ്പാസിറ്ററിന്റെ ഒരു എൻഡിൽ മറ്റൊരു കപ്പാസിറ്ററിന്റെ മറ്റൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ ഓർത്തിരിക്കുക, SCC എന്ന കോഡ് ഓർത്തിരിക്കുക. സീരീസിൽ ചാർജ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാം. സീരീസിൽ എന്താണ്? ചാർജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം Q1 Q2 Q3 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:1:1 ആയിരിക്കും. ഓക്കെ, എന്നാൽ സീരീസിൽ ചാർജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വോൾട്ടേജ് എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജുകളുടെ സം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് Q/CS ഈക്വൽ എങ്ങനെ പറയാം? Q/C1 പ്ലസ് Q/C2 പ്ലസ് Q/C3, അങ്ങനെ 1/CS ഈക്വൽ ടു 1/C1 plus 1/C2 plus 1/C3. This is the effective capacitance of the series combination. Clear അല്ലേ? ഇനി if n identical capacitors each of capacity C are joined in series, then the effective capacitance is given by CS is equal to C by N എന്നായിരിക്കും. അടുത്തത് പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, PVC എന്നൊരു കോഡ് ഓർത്തിരിക്കുക. PVC എന്ന് പറഞ്ഞാൽ പാരലലിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വോൾട്ടേജുകളുടെ എല്ലാ റേഷ്യോ എന്താണ്? ഈക്വൽ ആയിരിക്കും. പക്ഷേ ചാർജ് എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ചാർജസ് അക്രോസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്താലാണ് ടോട്ടൽ ചാർജ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് പാരലൽ കോമ്പിനേഷൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 പ്ലസ് C2 പ്ലസ് C3 ആയിരിക്കും. പാരലൽ ആകുമ്പോൾ കപ്പാസിറ്റർ നമ്മൾ ആഡ് ചെയ്യും, അതായത് റെസിസ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ഇഫ് CP ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റി വെൻ n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് CS ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റി വെൻ കണക്റ്റഡ് ഇൻ സീരീസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, CP/CS ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? n² ആയിരിക്കും. ഇനി ഒരു കപ്പാസിറ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്ത് അതിനെ ചാർജ് ചെയ്തു. അതിനുശേഷം ഈ ബാറ്ററി ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇതിനിടയ്ക്ക് ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് K ടൈംസ് പഴയ കപ്പാസിറ്റൻസ് ആയിരിക്കും. പുതിയ ചാർജ് എന്ന് പറയുന്നത് പഴയ ചാർജ് ഇൻറ്റു C ആയിരിക്കും. ഇനി പുതിയ വോൾട്ടേജ് എന്ന് പറയുന്നത് പഴയ വോൾട്ടേജ് ബൈ K ആയിരിക്കും, K ഇൻറ്റു D ആയിരിക്കും. അടുത്തത് E എന്ന് പറയുന്നത് E0/K ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. പുതിയ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പഴയ പൊട്ടൻഷ്യൽ എനർജി ബൈ K ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഫ് സോ, ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.